എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം ക്രിമിനലുകളുടെ നാടാവുകയാണ്. എങ്ങനെ നോക്കിയാലും നമ്മൾ ക്രിമിനലിസം നമുക്കൊരു വലിയ ഹരമാണ് മലയാളിക്ക്. ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ആവശ്യമായ സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകളിലും. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ. ഒന്ന്, ആദിവാസി യുവാവിനെ മർദ്ദിച്ച് മുറിയിലടച്ച് പട്ടിണിക്കിട്ടു. ഇതെന്ത് നാടാണ്? ഒരു ആദിവാസി യുവാവിനെ മർദ്ദിക്കുന്നു, പട്ടിണിക്ക് പെടുന്നു, അവരെ റൂമിൽ അടച്ചിടുന്നു. പാലക്കാട് മുതലമടയ്ക്കടുത്തുള്ള മുതലമടയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വെള്ളയ്യൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ, 54 വയസ്സുള്ള യുവാവാണ്. യുവാവെന്ന് പറയുന്നത് ആദിവാസിന് ഒരാളിനെയാണ്, യുവാവെന്ന് പറയാൻ കഴിയത്തില്ല. എന്നാലും അടിച്ചു വളരെയധികം പീഡനം നൽകി റൂമിൽ അടച്ചിരുന്നു, പട്ടിണിക്കൊക്കെ ഇട്ടത്. തിരുവനന്തപുരത്താണെങ്കിൽ വേറെ രസകരമായ കാര്യമാണ് സംഭവിച്ചത്. വർക്കലയിലാണെങ്കിൽ ആട്ടോ കൂലി ചോദിച്ചതിന്, ഓട്ടോ കൂലി കൊടുക്കണ്ടേ ഓട്ടോകൾക്കറിയാം, റിസോർട്ട് ഉടമ മർദ്ദിക്കുകയാണ്. ഗൂണ്ടായുസവും ക്രിമിനലിസവുമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഒരു വശത്ത് മദ്യപാനം, ലഹരിമരുന്ന്, പിന്നെ ഗൂണ്ടായുസം. ഈ ഗൂണ്ടായുസമൊന്നും ചോദിക്കാൻ ഇവിടെ ഒരു മനുഷ്യനില്ലാത്ത രീതിയിലാണ് എനിക്ക് പോകുന്നത്. എന്തൊരു കഷ്ടമാണ്. പണത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്നത് ആണ് ഒരു സ്ഥലത്ത് കാണുന്നതെങ്കിൽ, ആദിവാസികളുടെ തൊഴിലാളി അനുവാദമില്ലാതെ അല്പം മദ്യം കഴിച്ചു. ആദിവാസി കുടിക്കണമെങ്കിൽ അനുവാദം വേണം ആരുടെയെങ്കിലും. ബാക്കി എല്ലാവർക്കും മദ്യം കിട്ടുന്ന നാട്ടിൽ മദ്യം കുടിക്കാമല്ലോ. അപ്പോൾ അനുവാദമില്ലാതെ മദ്യം കഴിച്ചു എന്ന് പറഞ്ഞാൽ അടച്ച് അവശനാക്കി ഇരുട്ടുമുറിയിൽ 6 ദിവസം പട്ടിണിക്കിട്ടു. നാട്ടുകാരും പോലീസ് ചേർന്നാണ് മൃതപ്രായനായ മധ്യവയസ്കനെ, 54 വയസ്സുള്ള ആളിനെ രക്ഷിച്ചെടുത്തത്. വർക്കലയിലാണ് ഓട്ടോ ഡ്രൈവറെ നാട് റോഡിലോട്ട് തുരുതുരാ മർദ്ദിച്ചു. കാര്യം എന്താണ്? ഓട്ടത്തിൽ കൂടുതൽ കൂലിയിൽ വാങ്ങി എന്ന് ആരോപിച്ചിട്ടാണ്. എന്തൊരു നാടാണിത്? വളരെ 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 വൈകാരികമായ ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ലാ ആൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ടോ? പുതിയ DGP വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു അദ്ദേഹം റോയിലും സെൻട്രൽ ഗവൺമെൻറ്റിലും പിന്നെ വലിയ ടീമിലൊക്കെ ഇരുന്ന അദ്ദേഹം വരുമ്പോൾ കേരളത്തിൽ കുറേ കൂടി മാറ്റമുണ്ടാക്കും. ആരിരുന്നാലും DGP ആയിട്ട് ഇനി സാക്ഷാൽ കാലം തമ്പുരാൻ വന്നിരുന്നാലും ഒരു കാര്യമില്ല എന്നുള്ള നിലയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ പോലീസായാലും ജനങ്ങളായാലും ക്രിമിനൽ ജീവിതമാണ് കൊണ്ടുപോകുന്നത്. വർക്കല പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. 3 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ അതിന് നടപടി സ്വീകരിക്കണ്ടേ? അങ്ങനെ നടപടി പോലും സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇതൊരു കാര്യം, അടിച്ച ആൾ റിസോർട്ട് ഉടമയാണ്, സമ്പന്നനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമ്പന്നരെ കൂടെ ആണല്ലോ നമ്മുടെ വ്യവസ്ഥ കംപ്ലീറ്റ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റിസോർട്ട് ഉടമ സുനിൽകുമാറിനോട്, അതായത് കുരക്കണ്ണി കൊച്ചുവിളമൂട്ടിൽ ആട്ടോ സ്റ്റാൻഡിലാണ് ഈ സംഭവം നടന്നത്. 19-ാം തീയതിയാണ് നടന്നത്. ഇപ്പോൾ 2-3 ദിവസമായി. ആ കാറിലെത്തിയ റിസോർട്ട് ഉടമ സുനിൽകുമാറിനോട് കയർത്തു റിസോർട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് 100 രൂപ കൂലി വാങ്ങിയെന്ന് ആരോപിച്ചിട്ടായിരുന്നു. 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാളിനെ മർദ്ദിക്കുന്നത്. 100 രൂപ എന്ന് പറഞ്ഞാൽ എന്തിനുണ്ട് റിസോർട്ടിൻ്റെ ഉടമയെ? എന്തൊരു കഷ്ടമാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 സംഭവം 2 സ്ഥലത്ത്. ഒന്ന് മുതലമടയിൽ, പാലക്കാട്. അവിടെ പിന്നെ ഇത് താനല്ലോ മധുവിനെ കൊന്ന നാടാണല്ലോ പാലക്കാടിലെ ഈ ആദിവാസികൾ. പാലക്കാട് പിന്നെ അട്ടപ്പാടി ആദിവാസി മേഖലയെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തല്ലും കൊല്ലും, ബാക്കിയുള്ളവർക്ക് എന്തും ചെയ്യാം. ആദിവാസി യുവാവിന് മദ്യപിച്ചുകൂടാ, അങ്ങനത്തെ പ്രശ്നം. ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ നാടിൻ്റെ ഒരു മാനസിക സ്വഭാവം, ഒരു ഭൗതിക രൂപം, ഒരു സാമൂഹ്യ ജീവിതമൊക്കെ മാറുന്നതിൻ്റെ തെളിവുകളാണിതൊക്കെ. എന്തായാലും വളരെ രസമാണ് കാര്യങ്ങൾ. നമുക്ക് ഇത് പഠിക്കേണ്ടതാണ്. മലയാളിയുടെ ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളെക്കുറിച്ച് നാം പഠിക്കേണ്ടതാണ്. വളരെ ഗുരുതരമായ രീതിയിലാണ് ക്രിമിനലിസം ഇവിടെ വേരൂന്നിരിക്കുന്നത്. എല്ലാ മാഫിയകളെയും പോലെ ആളുകൾക്ക് എന്തും ചെയ്യാം. പണത്തിന് മോൾ പരുന്തും പറക്കില്ല എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ശരിയായിരിക്കുകയാണ്. ഇത് ഞാനൊരു ഭരണവ്യവസ്ഥയെ കുറ്റം പറയുന്നതല്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്ത 70കൾക്ക് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത 80കൾ 90കൾ 2000 ഒക്കെ ആയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മാനവികതയുണ്ടല്ലോ, ഒരു മാനവിക മൂല്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതിൻ്റെ ഒരു പരിണിത ഫലമാണ്. അല്ലാതെ ഒരു ഭരണവ്യവസ്ഥയിലിരിക്കുന്ന 4-5 വർഷത്തിനോ 8-9 വർഷത്തിന് ഭരിക്കാനിരിക്കുന്നവർ മാത്രമല്ല പ്രതി. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയവും പണവും അഹങ്കാരവും കള്ളപ്പണവും പൊങ്ങച്ചവും എല്ലാം കൂടിയാണ് മലയാളിയെ ഇത്തരത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനി ഇത് രക്ഷിച്ചെടുക്കാൻ വലിയ അത്യധ്വാനം ആവശ്യമുണ്ടെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്.